പുണ്യത്തിന്റെയും നന്മയുടെയും ഓർമ്മകൾ ഉണർത്തി രാമായണ മാസാചരണം ആരംഭിക്കുകയായി. തുഞ്ചന്റെ ശാരിക പൈതൽ പാരാകെ ആനന്ദം നൽകിക്കൊണ്ട് മഴയുടെ ആരവങ്ങൾക്കിടയിൽ ഹിന്ദുഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക രാമായണത്തിന്റെ ശീലുകൾ മുഴങ്ങിത്തുടങ്ങി. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു വിധിമുനീന്ദ്രാദികൾ ഭക്തിയോടെ. സന്ധ്യാനേരങ്ങളിൽ മുടങ്ങാതെ കേട്ടുതുടങ്ങാം 32 നാളുകൾ ഇനി ഭക്തിയുടെ നിറവിൽ. ആധ്യാത്മിക സിദ്ധികളിൽ സമ്പന്നമായ ശ്രേഷ്ഠ വ്യക്തിത്വത്തിന്റെ ആവിഷ്കാരമാണ് രാമായണം. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം തീരുന്നു. പിന്നീട് വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും വർഷാരംഭമാകുന്നു. നന്മയിലേക്ക് മാറുക എന്ന സങ്കല്പമാണ് രാമായണ മാസാചരണം നൽകുന്നത്. പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിയിടുന്നതും കർക്കിടകത്തിലാണ്. നാലമ്പല ദർശനമാണ് ഈ മാസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ദശരഥ പുത്രന്മാരായ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളാണ് ഭക്തജനങ്ങൾ ഇതിനായി തെരഞ്ഞെടുക്കുക. ഇടവപ്പാതിയെ തുടർന്ന് വരുന്ന ഇല്ലായ്മയുടെ കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണം ക്ഷേത്രങ്ങളിൽ വിശേഷ പൂജകളും അന്നദാനവും നടത്തും. ഭക്തജനങ്ങൾക്കായി ക്ഷേത്രങ്ങളിൽ എല്ലാവിധ ക്രമീകരണങ്ങൾ നടത്തിവരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.